ശ്രീമദ് ഭാഗവതം ക്ലാസ് 233 സ്കന്ധം 10 ആദ്യ ഭാഗത്തിലെ 31 അധ്യായം ഗോപികാ ഗീതം. ഇപ്പം ഗോപികമാര് ഒരു ഗോപിക, എല്ലാ ഗോപികമാരും അങ്ങനെ തന്നെ. ഒരു പരിധി കഴിയുമ്പോൾ അടുത്തു പോയാൽ തലയിൽ കയറാൻ പോകുന്നു, അവർക്ക് തലയിൽ കയറേണ്ടി വരും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒന്നിക്കൽ മരിക്കുന്നവരെ ചുമന്ന് നടക്കുക, അതാണ് വിദ്യയെങ്കിൽ. അല്ലെങ്കിൽ മുങ്ങിക്കൊള്ളുക, താൽക്കാലികമായിട്ടെങ്കിലും മുങ്ങിക്കൊള്ളുക. അപ്പോൾ ഈ താനെ പിന്നോട്ടേക്ക് വന്നോളൂ, സ്ഥിരമായിട്ട് മുങ്ങാൻ പറയുന്നില്ല, താൽക്കാലികമായിട്ട് പിന്നെയും വരുന്നുണ്ട്. അപ്പം പിന്നെ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ പിന്നെ വരാൻ വേണ്ടിയിട്ട് താണുകൊണ്ടു പോകുന്നു. അതാണ് ഗോപിക ഗീതത്തിലൂടെ വിവരിക്കുന്നത്, ആ വിരഹ ദുഃഖത്തിൻ്റെ എല്ലാ അവസ്ഥ. എപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ അതേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. പിന്നെ പൊതുവെ പണ്ട് പറയുന്ന 7 രാത്രികൾ എന്നെല്ലാം പറഞ്ഞ് നടക്കുന്നില്ലേ, എന്തോ ഒരു 7 രാത്രിക്ക് വലിയ പ്രാധാന്യമായിട്ട് പറയുന്നുണ്ട്. അത്രേ കയറി വന്നാൽ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വിരഹ ദുഃഖവും ഇതേമാതിരിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിന്നെ ഇടക്കുന്നുണ്ടാവും ഇതേമാതിരി. അതായത് ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും, ഏതാഗ്രഹമായാലും അത് കുറച്ച് സമയത്തേക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കഷ്ടപ്പാടും ദുരിതവും അതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധനത്തിൽ അകപ്പെട്ടിട്ടുള്ള കഷ്ടപ്പാടുകൾ എന്നാണ് പറയുന്നത്. അതിവിടെ പല രൂപത്തിൽ ഈ കാര്യത്തിൽ വിവരിക്കുന്നതായിട്ട് കണ്ടാൽ മതി. അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. നമ്മൾ ഒരിക്കലും സംതൃപ്തിയായിട്ട് ഒരാളും ഈ ലോകത്തിലില്ല. സംതൃപ്തി എന്ന് പറയുന്നത് അല്പനിമിഷത്തേക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ദുരിതവും കഷ്ടപ്പാടും തന്നെയാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കും മറ്റവനെല്ലാം നല്ല സുഖിച്ച് കിടക്കുക, ഇതെല്ലാം ചുമ്മാ മിഥ്യാധാരണയാണ്. മായയിൽ അകപ്പെട്ടുകൊണ്ട് നമ്മൾ ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് പാപികൾ എന്ന് പറയുന്നത്. അപ്പോൾ പാപം തന്നെ കഷ്ടപ്പെടുമ്പോൾ എപ്പോഴും പാപികളാണ്. എപ്പോഴെങ്കിലും ഒരിക്കൽ പുണ്യം കിട്ടും, അത്രയേ ഉള്ളൂ. ഇതാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാന രഹസ്യം. ഇവിടെ ഗോപികമാരുടെ കാര്യത്തിൽ അടുത്തതെന്തായിരിക്കും? ഈ വിരഹം അനുഭവിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് വിവരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നിൽ ഗോപികമാർ പിന്നെ പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? വല്ലഭ ഭഗവാന്റെ ജനനം കൊണ്ട് ഗോകുലം സർവോപരി സമൃദ്ധമായിരിക്കുന്നു. അതൊക്കെ സത്യം പറയുകയാണ്. യഥാർത്ഥത്തിൽ കൃഷ്ണൻ സമൃദ്ധമായ ഒരു ലോകത്തിലേക്കാണ് ലോകത്തെ കൊണ്ടുപോകുന്നത്. അതാണ് ഗോകുലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരമൊരു ലോകമാണ് കൃഷ്ണൻ വിഭാവനം ചെയ്യുന്നത്. പാവപ്പെട്ട ജനങ്ങൾക്കെല്ലാമുള്ള സമൃദ്ധിയുള്ളൊരു ലോകം. അതാണ് അവസാനം വസുദേവ കുടുംബമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ 3-ാം ലോകമഹായുദ്ധത്തിന് ശേഷം മഹാഭാരത യുദ്ധത്തിന് അങ്ങനെ ഒരു സമൃദ്ധിയുള്ള ലോകമായി മാറും. അപ്പോഴാണ് കൃഷ്ണന്റെ കാലഘട്ടം. അതുകൊണ്ടാണ് കൃഷ്ണനെ ആ കാലഘട്ടത്തിൽ അവതരിപ്പിച്ചത്. കൃഷ്ണനെ മാത്രമാണോ? അല്ല. ഇവിടെ എന്താ പറയുന്നത്? കാരണം എന്തുകൊണ്ടാണ് സമൃദ്ധിയായത്? ശ്രീ ഭഗവതിയെ ഇവിടെ തന്നെ പ്രാർത്ഥിച്ചിരിക്കുന്നു. ആ ദേശത്താണ് ശ്രീ ഭഗവതി ഉള്ളത്. ഭഗവതി എന്ന് പറഞ്ഞാൽ സമൃദ്ധി, സമ്പൽ സമൃദ്ധി. അതാണ് ലോകം, പ്രകൃതി. അങ്ങനെയുള്ളൊരു പ്രകൃതിയും പുരുഷനും. അപ്പം ലോകം ഗോത്ര കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി പടിപടിയായ കൊളോണിയലിസത്തിലൂടെ 3-ാം ലോകമഹായുദ്ധത്തിലൂടെ ഒരു സുന്ദരമായ ലോകം കെട്ടിപ്പടുക്കും. അത് മഹാഭാരത യുദ്ധത്തിലൂടെ 3-ാം ലോകമഹായുദ്ധത്തിലേടെയാണ്. അതിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അടുത്ത് തന്നെ നമ്മൾ പ്രവേശിക്കും. എല്ലാ ജ്ഞാനവും തികഞ്ഞ് എല്ലാവരും സ്വയം മറന്നുകൊണ്ട് എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ സമൃദ്ധിയോടെ ജീവിക്കുന്ന ഒരു ലോകം. ആ ലോകം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇടിച്ചു പൊളിക്കും. പിന്നെ ആദ്യമേ ഈ സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇത് ഈ ലോകം ഇപ്പോൾ ഉണ്ടായതാണ്. അതൊന്നുമല്ല. ഇതിങ്ങനെ ഈ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. മനുഷ്യൻ ജനിച്ചു, കുറേ ജോലിയെല്ലാം കഷ്ടപ്പെട്ട് മരിക്കുന്നു.
ഇത് തന്നെയാണ് ഗോത്ര കാലഘട്ടത്തിലും സംഭവിച്ചത്, ഈ കൊളോണിയലിസത്തിലും സംഭവിച്ചത്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കഷ്ടപ്പാട് തന്നെയാണ്. ജനിക്കുന്നു, കുറേ കഷ്ടപ്പെടുന്നു, ഗോത്ര കാലഘട്ടത്തിലും കഷ്ടപ്പെടുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാകുന്നല്ലാതെ അന്ന് ഇത്രയും മാനസിക ടെൻഷൻ ഉണ്ടാവില്ല, ചിലപ്പോൾ അത്രയും പാരവെപ്പ് ഉണ്ടാവില്ല. ഇന്നോടാകുമ്പോൾ ശരീരത്തെക്കാട്ടിയുള്ള ശരീരത്തിൻ്റെ ജോലിയെല്ലാം യന്ത്രങ്ങൾ ചെയ്തോളും. പക്ഷെ മനസ്സിൻ്റെ സംഘർഷമാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം, പാരവെപ്പ് എന്തെല്ലാം. അപ്പോൾ ഏത് തരത്തിലും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നല്ലാതെ മനുഷ്യൻ കഷ്ടപ്പാട് തന്നെയാണ്. അവസാനം ഒരു സുന്ദരമായ ലോകം ഉണ്ടാകും, പക്ഷെ അത് ആദ്യകാലമില്ല, കുറച്ച് കാലത്തേക്ക് പിന്നെ അടിച്ചു പൊളിക്കും, പിന്നെ ആദ്യം ഒന്നേന്ന് തുടങ്ങും. അപ്പോൾ ശ്രീ ഭഗവതിയെ ഇവിടെ തന്നെ പാർപ്പിച്ചിരിക്കും. ആ ഒരു ദേശത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ ഗോകുലമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പറയുന്നത്. ഭവാന് വേണ്ടി ജന്മമെടുത്ത ഈ ദാസിമാർ, അപ്പം നമ്മളെല്ലാം ആർക്ക് വേണ്ടിയിട്ട് ജനിച്ചതാണ്? ഈ ദാസിമാർ പറയുകയാണ് ഭവാന് വേണ്ടിയാണ്. അപ്പം എന്തുകൊണ്ട് ദാസിമാർ ഭഗവാനെ തേടി അലയുകയാണ്. അതുകൊണ്ട് ഒന്ന് ദർശനം നൽകണം. കാരണം ഇവരെയും വിട്ടിട്ട് പോയിരിക്കുകയല്ലേ. അപ്പം ഇവരുടെ ആ ഒരു അഹങ്കാരം, ഞാൻ എവിടെയോ അങ്ങ് എത്തി എന്നുള്ള ധാരണ, ആ എവിടെയോ എത്തിയിട്ട് സ്ഥിരമായി നിൽക്കില്ല എന്നുള്ളതാണ് തെളിയിക്കുന്നത്. അങ്ങനെ എവിടെയോ ഒന്നും എത്തി നിൽക്കില്ല, അത് കുറച്ച് കാലത്തേക്ക്, പിന്നെ തിരിച്ച് താഴോട്ട് വന്നേ പറ്റൂ. കാരണം അങ്ങനെ സ്ഥായിയായ ഒരു സുഖം ഈ ജീവിതത്തിൽ ആർക്കും വിധിച്ചിട്ടില്ല എന്നുള്ള സത്യം ആദ്യം മനസ്സിലായി. എപ്പോഴെങ്കിലും കുറച്ചൊന്ന് കിട്ടിയെന്ന് വരും. അപ്പോൾ അഹങ്കരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അടുത്ത നിമിഷം തിരിച്ചു തന്നെ പോരും. ഇനി 2 രതിസുഖമേകുന്ന ഹേ പ്രാണേശ്വര, ശരത്കാലത്തെ പൊയ്കയിലെ താമരപ്പൂവിൻ്റെ സൗരഭ്യം കണ്ടുകൊണ്ട് കവർന്നെടുത്ത് വില കൊടുക്കാതെ കിട്ടിയ അടിമപ്പെണ്ണുങ്ങളെ കൊല്ലും പോലെ തല്ലിക്കൊണ്ടിരിക്കുന്ന അങ്ങയുടെ പ്രവൃത്തി ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ കൊലക്കുറ്റമല്ലേ? അതായത് നമ്മളെല്ലാം മാനസികപരമായിട്ട് കൊല്ലുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അങ്ങ് ചെയ്യുന്ന വലിയ കൊലക്കുറ്റത്തിന് സമാനമായ പ്രവൃത്തിയല്ലേ എന്ന്. കാരണം ഒരു എന്താണ്, വില കൊടുക്കാതെ കിട്ടിയതാണ്. നമ്മളെയൊന്നും വില കൊടുക്കാതെ നമ്മൾ നേരിട്ട് അങ്ങോട്ട് വന്നതാണ്. നേരിട്ട് അങ്ങോട്ട് പൈസ കൊടുത്ത് വാങ്ങിയതൊന്നുമല്ല. ഈ സ്ത്രീകളെ നേരിട്ട് അങ്ങോട്ട് വന്നതാണ്. അങ്ങനെയുള്ള സ്ത്രീകളെയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പം കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട്, കാരണം ഇട്ടറിഞ്ഞു പോയല്ലോ, അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ കൊലക്കുറ്റത്തിന് സമാനമാണ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. സംശയം. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ ഈ ഇനി കുറച്ചും കൂടി പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് അതിലേക്ക് കടക്കാം. 3 വിഷജലം കൊണ്ടുള്ള നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പാമ്പായി വന്ന രാക്ഷസനിൽ നിന്നും രക്ഷിച്ചു. വിഷജലം അതിൽ നിന്നുണ്ടായതാണ്. പേമാരിയോടൊത്തു വന്ന കൊടുങ്കാറ്റിനിൽ നിന്നും രക്ഷിച്ചു. ഭയങ്കര പേമാരി കൊടുങ്കാറ്റെല്ലായിട്ട് വന്നപ്പോഴും രക്ഷിച്ചു. ഇടുത്തിയിൽ നിന്നും രക്ഷിച്ചു. വത്സാസുരനിൽ നിന്നും വ്യോമാസുരനിൽ നിന്നും മറ്റെല്ലാ ആപത്തിൽ നിന്നും ഞങ്ങൾ അങ്ങയാൽ രക്ഷിക്കപ്പെട്ടു. ഇത് വരാൻ അടുത്ത് പറയുന്നേ ഉള്ളൂ അവരുടെ കാര്യം, അത് പിന്നെ കാണാം. പക്ഷേ ഇവിടെ അതും കൂടി എടുത്ത് പറഞ്ഞേ ഉള്ളൂ. പക്ഷേ കഥയിൽ അതിനെപ്പറ്റി പറഞ്ഞില്ല. അതുകൊണ്ട് പറയുന്നത് കുറച്ച് താമസിക്കുന്നേ ഉള്ളൂ. അടുത്ത അധ്യായങ്ങളിൽ അതിനെപ്പറ്റി പറയും. ഇനി 4 അങ്ങ് ഗോപനാരിയായ യശോദയുടെ പുത്രനൊന്നുമല്ല. ഇവർക്ക് സത്യം അറിയാം, അങ്ങ് യശോദേൻ്റെ പുത്രനൊന്നുമല്ല. സകല ദേഹികളുടെയും അന്ധകരണത്തെ അറിയുന്നവനാണ്. എല്ലാവരുടെയും മനസ്സ് അറിയാൻ കഴിവുള്ളവനാണ് അങ്ങ്. അപ്പോൾ ഈ കൃഷ്ണൻ ഒരു പുത്രനായി ജനിച്ചവനൊന്നുമല്ല, ഏതോ ഒരു ശക്തിയാണ് എന്ന കാര്യം ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത്. എന്ത് ബന്ധമാണത്? അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇത് എല്ലാം അവർ പറയുന്നതിൻ്റെ ബേസിൽ വെച്ചിട്ട് നമുക്കതിനെ പിന്നെ വിലയിരുത്താം.
ബ്രഹ്മദേവന്റെ പ്രാർത്ഥന മൂലം യദുവംശജരുടെ വംശത്തിൽ അവതരിച്ചവനാണ്. യഥാർത്ഥത്തിൽ കൃഷ്ണൻ പൂർണ്ണ രൂപത്തിൽ വന്നത് യദുവംശമാണ് ലോകത്തിൽ കൊളോണിയലിസത്തിന് ശേഷം, അതായത് വിദേശാധിപത്യത്തിന് ശേഷം ലോകം രണ്ടായി തിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ തിരിഞ്ഞതിൽ ഒന്നിലെ കഥയാണ് കൃഷ്ണന്റെ കഥയായിട്ട് പറയുന്നത്, മറ്റേതിലെ കഥയാണ് ദുര്യോധനാദികളെയും ഇവിടെയെല്ലാം കഥയായിട്ട് പറയുന്നത്. അപ്പം ലോകം രണ്ടായി തിരിച്ചിട്ടുണ്ട്. മറ്റേ ഭാഗത്തിലുള്ളതാണ് യദുവംശം. ആ യദുവംശത്തിലാണ് വന്നു വരുന്നത്. ആ യദുവംശത്തെ നോക്കി വേണം കൃഷ്ണൻ ഭാവിയിൽ ലോകത്തെ മുഴുവൻ മൂന്നാം ലോകമഹായുദ്ധത്തിലൂടെ, മഹാഭാരത യുദ്ധത്തിലൂടെ എത്തിക്കാൻ പോകുന്ന ലോകം. അതാണ് വസുദേവ കുടുംബം. അപ്പോൾ ആ യദുവംശത്തിലാണ് കൃഷ്ണന്റെ പൂർണ്ണ അവതാര രൂപം ദേവകി എന്ന പ്രകൃതിയോടുകൂടി. അപ്പൊ അത്രയും സുന്ദരമായ ലോകമാണ് ലോകത്തിന്റെ ഒരു ഭാഗത്തുണ്ടാകുന്നത്. അവിടെയാണ് കൃഷ്ണന്റെ ഭഗവതിയും ആ ദേശമാണ്, യദുവംശ ദേശമാണ്, പ്രകൃതിയാണ്, ഭൂമിയുടെ ആ ഭാഗമാണ്. അവിടെയാണ് കൃഷ്ണനും ഉള്ളത്. ആ സംസാര ഭയം നിമിത്തം 5 പറയുകയാണ്, ആ സംസാര ഭയം നിമിത്തം അങ്ങയെ ശരണം പ്രാപിച്ചവർക്ക് ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന. അപ്പോൾ അദ്ദേഹം ആ യദുവംശജരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുത്തു കഴിഞ്ഞു. ആ ഭവതിയുടെ കരം പിടിച്ച, ആ ഭവതി എന്ന് പറഞ്ഞാൽ ആ സംസ്കാരം, ആ യദുവംശദേശം, അതാണ് ഭവതി. ആ ഭവതിയുടെ കരം പിടിച്ച ഭഗവാന്റെ പാണികളെ ആ കൈ ഞങ്ങളുടെ ശിരസിൽ ചേർത്താൽ നമ്മളെയും അനുഗ്രഹിക്കണം, നമ്മളെയും ആ നിലയിൽ എത്തിക്കണം. ഇനി 6 ഗോകുലവാസികളുടെ സങ്കടങ്ങൾ മുഴുവൻ തീർത്തു തരുന്ന. അപ്പൊ യദുവംശത്തിലെ ഗോകുലവാസികളുടെ സങ്കടങ്ങൾ മുഴുവൻ തീർക്കാനായിട്ടാണ് കൃഷ്ണൻ അവിടെ അവതരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ അവതാരം നടത്തിയിരിക്കുന്ന അവരുടെ സങ്കടങ്ങൾ തീർക്കാൻ. ഏത്? ആ യദുവംശത്തിന്റെ സ്വപ്രേയസിമാരുടെ ഭള്ളൊതുക്കുന്ന. കൃഷ്ണൻ ചെയ്യുന്ന എന്താണ്? പ്രേയസിമാരുടെ ഭള്ളുണ്ടാകരുത്, അഹങ്കരിക്കരുത്. അഹങ്കാരം നശിച്ച് ഈ അഹങ്കാരമുള്ള ജനങ്ങളെല്ലാം വേണ്ടത്. അവിടെയുള്ളവരെല്ലാം ഒരേ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ സമഭാവനയോടെ ജീവിക്കുന്നവരാണ്. അല്ലെ, സ്ത്രീകളില് അഹങ്കാരവും മറ്റവളെ താണയും ഈ ചിന്താഗതി ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ലോകമാണ് കൃഷ്ണൻ വിഭാവനം ചെയ്യുന്നത്. ഇപ്പോഴത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ചിലവർ ഞാൻ പ്രൗഢകളാണ്, മറ്റല്ല നീച്ച ചികിളി കേസുകൾ, ഇങ്ങനെയുള്ള ഒരു ഉച്ചനീചത്വങ്ങൾ സ്ത്രീകളുടെ ഇടയിലും കുറേ ഉണ്ട്. ഞാനെന്തോ ആണെന്നുള്ള അഹങ്കാരം, അത് പണം കൊണ്ടുള്ളതാകാം. ഭർത്താവിൻ്റെ സ്നേഹം കട്ടമാനം കിട്ടുമ്പോഴും ഇതേമാതിരിയെല്ലാം സംഭവിക്കും. അതെല്ലാം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ തലയിൽ കയറും, ആ വഴിയിലെല്ലാം എത്തും. അപ്പം മറ്റുള്ളവരെല്ലാം ഒരു പുച്ഛമാണ്. ആ ബള്ളെല്ലാം ഒതുക്കുന്ന, മന്ദസ്മിതം പൊഴിക്കുന്ന അങ്ങയുടെ ദാസിമാരെ സ്വീകരിക്കണേ. നമ്മൾ അവളെ അങ്ങയെ ദാസിമാരായിട്ട് സേവിച്ചു കൊള്ളാം, ഞങ്ങളെ സ്വീകരിക്കണേ. അങ്ങയുടെ മുഖകമലത്തെ ഞങ്ങൾക്ക് കാട്ടിത്തരണേ. ഇനി 7 ശരണാഗതരുടെ പാപത്തെ നശിപ്പിക്കുന്ന. ശരണാഗതരായിട്ട് അങ്ങേരെ തന്നെ ആശ്രയിച്ചാൽ അവരുടെ പാപങ്ങളെ മാറ്റിക്കൊടുക്കും. മേയുന്ന പശുക്കളെ അനുഗമിക്കുന്ന. പശുക്കളെ മേയുമായിട്ട് പിന്നാലെ നടക്കുന്നു. അതെല്ലാം കഥയിലാണ്. പക്ഷേ അല്ല,
ഈ ലോകത്തിലെ എല്ലാറ്റിനെയും പരിപാലിക്കുന്ന ശക്തി വിശേഷമാണത്. പശുക്കളെ പോകുമ്പോഴും പശുക്കളെ തെളിച്ചു കൊണ്ടുപോകുന്നതും ആ കാലം തന്നെയാണ്. നമ്മളെ എല്ലാം തെളിച്ചു കൊണ്ടുപോകുന്ന ആ കാലമാണ്. അതുകൊണ്ട് ഇതൊന്നും പറയുന്നത് വെറുതെയല്ല. കൃഷ്ണനാണ് പശുക്കളെ കൊണ്ടുപോകുന്നത്, വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരുന്നത്. കാലം സൂര്യൻ ഉദിക്കുമ്പോൾ പശുക്കൾ പോകാൻ തുടങ്ങും, വൈകുന്നേരം തിരിച്ചു വരും. അപ്പം ഇതെല്ലാം പരസ്പരം ലിങ്കാണ്. ഒരു വലിയൊരു സത്യമാണ് പറയുന്നത്. നമ്മളെല്ലാം ആ ശക്തിയാണ് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എല്ലാം. സൗന്ദര്യത്തിനിരിപ്പിടമായ, സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആ സുന്ദരമായ ലോകമാണ്. ദേവി, സുന്ദരമായ ദേവിയും അതിൻ്റെ അധിപനായ പുരുഷനും. ആ സൗന്ദര്യം തികഞ്ഞ. എന്നാൽ മറ്റുള്ള ഗോത്ര കാലഘട്ടത്തിലും കൃതയുഗം ത്രേതായുഗത്തിൽ അങ്ങനെയല്ല. പരശുരാമനെ അങ്ങനെ സുന്ദരനായിട്ടൊന്നുമല്ല അവതരിപ്പിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കൊളോണിയലിസം വന്നപ്പോൾ രാജഭരണ കാലഘട്ടത്തിൻ്റെ രാമനെ അത്ര സൗന്ദര്യമായിട്ടൊന്നുമല്ല അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാലും സൗന്ദര്യത്തിലെത്തിയിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലൂടെ ആ കാലഘട്ടത്തിൽ മനുഷ്യർ കുറേ പണ്ടത്തെ ഗോത്രവേഷത്തിൽ നിന്നെല്ലാം മാറിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിലെത്തുന്ന കാലഘട്ടം ഇതാണ്. ആ ദേശമാണ് യദുവംശം. സൗന്ദര്യത്തിനിരിപ്പിടമായ കാളിയന്റെ പത്തിയിൽ നൃത്തം ചെയ്ത, അതായത് വിഷങ്ങളെല്ലാം ശുദ്ധീകരിച്ച, അതെല്ലാം കഴിഞ്ഞതിൻ്റെ ഭഗവാന്റെ തൃപ്പാദ പത്മത്തെ, അങ്ങനെയുള്ള ഭഗവാന്റെ തൃപ്പാദ പത്മത്തെ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ വെച്ച് ഞങ്ങളുടെ കാമത്തെ വേർപെടുത്തി തന്നാലും. ആ തൃപ്പാത്മ പത്മത്തെ വെക്കാനാണ് പറയുന്നത്. എന്നിട്ട് നമ്മളെ എന്താക്കണം? കാമത്തെ വേർപെടുത്തി തരണം. കാമശമനം വരുത്തണം എന്ന് തന്നെ ഇതാ. 8 മനോഹര വാക്കുകളാൽ, പറയുന്ന വാക്കുകളെല്ലാം എന്തായിരിക്കും? വളരെ മനോഹരം, എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിൽ. ഇവിടെ സ്ത്രീകളെ വിരഹ ദുഃഖം ഉണ്ടാകുമ്പോൾ ഭർത്താവിൻ്റെ പെരുമാറ്റം എന്തായിരിക്കും? അവിടെ പൊക്കിയങ്ങ് അടിക്കും. പറയുന്ന തന്നെ അറിയാം ഇതെല്ലാം ചുമ്മാ പൊക്കി അടിക്കുന്നതാണ്. എന്നാലും അത് മതി, എന്തെങ്കിലും പൊക്കി പറഞ്ഞു കൊടുക്കണം. മനസ്സ് തട്ടിയിട്ടൊന്നും വേണമെന്നൊന്നുമില്ല. ഇവർക്ക് അതെല്ലാം മതി. അതാണ് ആ അവസ്ഥ. അങ്ങനെയാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത്. മനോഹര വാക്കുകളാ, വിദ്വാൻമാർക്കോട് ഹൃദയസ്ഥമായ വാക്കുകളാൽ, വിദ്വാൻമാരായ ആൾക്കാരെയും പറയുന്നത് കൃഷ്ണന്റെ വാക്കുകൾ അത്രയും ശ്രേഷ്ഠം, അതായത് അത്രയും വിദ്വാനാണ്. ഇപ്പോൾ ഒരാൾ വിദ്വാനാണെങ്കിൽ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ആ പാണ്ഡിത്യത്തോടു കൂടി സംസാരിക്കും. ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഈ പാണ്ഡിത്യമൊന്നുമല്ല പറയുക. വേറെ ചില വായിക്ക് വെറുതെ തൃപ്തിപ്പെടുത്താൻ വായിക്ക് വന്നത് അടിച്ചുവിടും. വാക്കുകളാ, മോഹം കൊണ്ടിരിക്കുന്ന കിങ്കരികളായ ഞങ്ങളെ അധരാമൃതം കൊണ്ട് ഉത്തേജിപ്പിക്കുക. ഇതെല്ലാം. ഇനി 9 സന്താപമുള്ളവർക്ക് ആശ്വാസമേകുന്ന, സന്താപങ്ങളെ ദൂരീകരിക്കാൻ തന്നെയാണ് കൃഷ്ണൻ വന്നിരിക്കുന്നത്. എല്ലാവരുടെയും സന്താപം ദൂരീകരിച്ച് ഒരു ശുദ്ധമായ ലോകം യദുവംശത്തിൽ ഉണ്ടായിക്കൊടുക്കും, യദുവംശക്കാർക്ക്. അതേസമയം ഭാവിയിൽ കലിയുഗത്തിൻ്റെ അവസാനത്തിൽ ഒരു സുന്ദരമായ ലോകം ഉണ്ടായിക്കൊടുക്കുക. അവിടെ സന്താപങ്ങളൊന്നും ഉണ്ടാവില്ല. വിദ്വാൻമാരാൽ വാഴ്ത്തപ്പെടുന്ന, വിദ്വാൻമാർക്കാണ് ആ കാലത്തെപ്പറ്റി, അങ്ങനെയുള്ള കാലത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയെ വിദ്വാൻമാരാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. പാപത്തെ അകറ്റുന്ന, പാപം എന്ന് പറഞ്ഞാൽ നമ്മളെ കഷ്ടപ്പാടാണ്. ആ കഷ്ടപ്പാട് എപ്പോഴാണ് തീരുക? നമ്മൾ പൂർണ്ണ സംതൃപ്തമാകുമ്പോൾ. അതെപ്പോഴാണ്? ലോകത്തിൻ്റെ അവസാനത്തിലാണ്. എല്ലാ തരത്തിലും പുരോഗമിച്ച് ഒരു ചൂഷണവുമില്ലാതെ, ഒരു അടിമത്വവുമില്ലാതെ ഒരു കുടുംബത്തിലെ അവസ്ഥയിലേക്ക് താമസിക്കുന്ന ആ കുറച്ച് കാലമാണ് എല്ലാ പാപവും അകന്ന ലോകം. അതെവിടെ ആദ്യം ഉണ്ടാകുന്നുണ്ട്?
യദുവംശത്തിലെ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നു. കേൾവി കൊണ്ട് തന്നെ മനോമംഗളകരമായ മനസ്സമാധാനമേകുന്ന, അവിടെയാണ് മനസ്സമാധാനമുള്ളത്. അങ്ങനെ ഒരു ലോകത്തിലാണ് മനസ്സമാധാനമുള്ളത്. ആർക്കും പണത്തോട് ആർത്തി പിടിച്ച് നടക്കില്ല. ഈ പണത്തിലുള്ള ആർത്തി ഞാനെന്തോ ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം എല്ലാവരും തുല്യം. ഒരു കുടുംബത്തിലെ ആൾക്കാർ തമ്മിൽ അങ്ങനെ മത്സരം ഉണ്ടാവില്ല. ഒരു കുടുംബത്തിലെ ആൾക്കാരാണെങ്കിൽ എന്താ, ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെ അവരവരുടെ കാര്യം നോക്കും. അതാണ് ഉണ്ടാകേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആർത്തി പിടിച്ചിട്ട് മറ്റവനെ എങ്ങനെ വെട്ടി ഞാൻ അതിൻ്റെ മുകളിൽ എത്തുക എന്നുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങയുടെ കഥകൾ, ഇങ്ങനെയുള്ള കഥകളെല്ലാം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ശക്തിവിശേഷമാണ് ആ ശ്രീകൃഷ്ണൻ. ശ്രീഹരി കൃഷ്ണനായിട്ട് ഈ കാലഘട്ടത്തിൽ വന്നു. എന്തിനു വേണ്ടി? അങ്ങനെയൊരു ലോകം ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെയുള്ള കഥ നമുക്ക് കേൾക്കാൻ പറ്റിയത് മുൻ ജന്മത്തിൽ ചെയ്ത സുകൃതം കൊണ്ടാണ്. അപ്പൊ ഈ കൃഷ്ണന്റെ കഥ കേൾക്കാൻ സാഹചര്യം കാര്യത്തിൽ ചെയ്ത സുകൃതം കൊണ്ടാണ് നമ്മളിവിടെ ജനിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ, ഈ കൃഷ്ണന്റെ കാലഘട്ടത്തിൽ. എൻ്റെ 10 പ്രിയതമ വഞ്ചക എന്നും പറഞ്ഞാണ്. പ്രിയതമ എന്ന് പറഞ്ഞിട്ട് വഞ്ചക എന്നും പറയുന്നുണ്ട്. കാരണം ആ ശക്തിക്ക് ഈ നിസ്സാരമായ മനുഷ്യർ പറയുന്ന വാക്കുകളൊന്നും ആ ശക്തിക്ക് താല്പര്യമില്ല. വഞ്ചകാന്ന് എന്ത് വിളിച്ചാലും അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം നമ്മളെ അത് നിസ്സാരമായിട്ടാണ് കാണുന്നത്. നമ്മൾ പറയുന്നതിലല്ല അതുള്ളത്. അതിനൊരു വിചാരവുമില്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, എന്നെ ദ്വേഷിക്കുന്നവരുമായിട്ടാണ് ഞാൻ ആദ്യം കൂടിച്ചേരുന്നത്. അവർക്കാണ് മോശം കൊടുക്കുന്നത്. കാരണം എന്താ? എപ്പോഴും ഞാനുമായിട്ടുള്ള ഇങ്ങനെയൊരു ശക്തിയുണ്ട് എന്നുള്ള ഒരു ചിന്ത ഉള്ളിൽ വേണം. അത്രയേ ഉള്ളൂ. അങ്ങയുടെ ചിരിയും, ഈ ചിരിയെല്ലാം കുറച്ച് അത്ര സുഖമുള്ള പരിപാടിയല്ല. പ്രേമം കലർന്ന നോട്ടവും ഈ നോട്ടവും എല്ലാം ഹൃദയത്തെ സ്പർശിക്കുന്ന ഏകാന്തതയുടെ നർമ്മ ഭാഷങ്ങൾ. ഒറ്റക്കിരിക്കുമ്പോൾ പല ഭാഷണങ്ങൾ അടിച്ചുവിടും. അല്ലാതെ ആളകൂട്ടത്തിൽ വെച്ച് ഇതൊന്നും പറയാൻ പറ്റില്ല. ഒറ്റക്കിരിക്കുമ്പം വായിക്കുന്നതെല്ലാം എന്തെല്ലാണ് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ കക്ഷികൾക്ക് അത് ഇഷ്ടമാണ്. അങ്ങനത്തെ എല്ലാം പറയണം. അവർക്ക് അത് ചിന്തിക്കുന്നേ ഇങ്ങനെ പറഞ്ഞു കിട്ടിയാൽ മതി. ഉള്ളിൽ വെച്ചിട്ടാണോ പറയുന്നതെന്ന് വെച്ചാൽ 1% പോലും അതിൽ കാര്യം ഉണ്ടാവില്ല. എന്നാലും അങ്ങ് അടിച്ചേക്കും. നിന്റെ മുഖമില്ല, ആ ചന്ദ്രനെ പോലെ ഉണ്ട് എന്നെല്ലാം അങ്ങ് അടിക്കും. ഞങ്ങളുടെ മനസ്സിനെ ഇടക്കുന്നു. അങ്ങനെ അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സങ്ങ് ഇളകിപ്പോവും. അങ്ങനെ വെറുതെ ചുമ്മാ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി, അവരുടെ മനസ്സങ്ങ് ഇളകും. അപ്പോൾ ഇതെല്ലാം ചില ടിപ്സ് കൊടുക്കുകയാണ്. ആർക്ക്? ഭർത്താക്കന്മാരായിട്ട് ആൾക്കാർക്ക്. മനുഷ്യന്റെ മാനസിക അവസ്ഥ ഓരോ വിഭാഗത്തിൻ്റെയും വ്യക്തമായി ഭാഗവതം പറഞ്ഞു തരുന്നതായിട്ട് കണ്ടാൽ മതി. 11 എപ്പോൾ ഭഗവാൻ പശുക്കളെ മേയിച്ചുകൊണ്ട് ഗോകുലത്തിൽ നിന്നും പുറപ്പെടുന്നുവോ, പശുക്കളെ മേയിച്ചിട്ട് അങ്ങ് പോകുമല്ലോ. ഇവന്മാർ വീട്ടിലാണല്ലോ, അതായത് ഓഫീസിൽ പോകുമല്ലോ. ഓഫീസിൽ പോകുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ പശുക്കളെ മേയ്ക്കലാണ് ജോലി. അപ്പോൾ അതിന് പോകുമ്പോൾ അപ്പോൾ താമരപ്പൂ പോലെയുള്ള ഭഗവാന്റെ തൃപ്പാദം ധാന്യക്കതിർ, പുല്ലുകൾ, സസ്യമുള്ളുകൾ എന്നിവയാൽ വേദനിക്കുകയില്ലേ? അങ്ങ് പോകുമ്പോൾ ഈ പുല്ലെല്ലാം തട്ടിട്ട് അങ്ങയുടെ കാല് വേദനിക്കുകയില്ലേ? അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മുടെ ഹൃദയം എന്താകാറുണ്ട്? അസ്വസ്ഥമാകാറുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ പുല്ലെല്ലാം കൊണ്ട് അയ്യോ ആ കാലിനെന്തെങ്കിലും പറ്റുമോ എന്നെല്ലാം ഉള്ള വലിയ ആകാംക്ഷയിലാണ് ഈ കക്ഷികൾ വീട്ടിലെപ്പോൾ ഇരിക്കുക. എന്നിട്ട് പകൽ അവസാനിക്കുമ്പോൾ 12 വൈകുന്നേരം ആകുമ്പോൾ തിരിഞ്ഞു വരുമ്പോൾ ഗോധൂമങ്ങളാൽ പൊടിഞ്ഞിരിക്കുന്ന മുഖം, ഈ ഗോക്കളെയെല്ലാം അതിൻ്റെ പൊടിയെല്ലാം മാറിയിട്ടെല്ലാം മുഖത്തെല്ലാം പറ്റി കിടക്കുകയുള്ളൂ. ആ സുന്ദരമായ മുഖത്തെ കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ അഭിലാഷം ഉളവാകുന്നു. നമ്മളുടെ അഭിലാഷം വരുമ്പോൾ പല ആഗ്രഹങ്ങളും ഉദിക്കും.
മനസ്സിൽ സംഗമാഭിലാഷം ഉളവാകുന്നു. സംഗമിക്കാനുള്ള അഭിലാഷം ഞങ്ങളിൽ ആ മുഖം കാണുമ്പോൾ വൈകുന്നേരമാകുമ്പോൾ ഉണ്ടാകും. ഇത് എല്ലാവരുടെ കാര്യം തന്നെയാണ്. 13 മനോദുഃഖം തീർത്തു തരുന്ന, പിന്നെയാണ് മനസ്സ് ദുഃഖം തീർത്തു കൊടുക്കുന്നത്. വണങ്ങുന്നവർക്ക് ആഗ്രഹം തീർത്തു കൊടുക്കുന്ന, വണങ്ങിക്കൊടുത്താൽ മതി, അപ്പം എല്ലാ ആഗ്രഹവും തീർത്തു തരും. പോയിട്ട് വണങ്ങിക്കൊടുത്താൽ മതി. അല്ലാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പോക്കൊന്നുമല്ല, പിറ്റേന്ന് കള്ളും കുടിച്ചിട്ടായിരിക്കും വരിക. അതുകൊണ്ട് വണങ്ങി അങ്ങ് കൊടുത്തേച്ചാൽ മതി, ആഗ്രഹങ്ങളെല്ലാം തീർത്തു തരും. ബ്രഹ്മാവിനാൽ പൂജിതനും. അപ്പം പിന്നെ അതിന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇങ്ങനെ കൊച്ചാക്കിയിട്ടൊന്നും കണ്ടു കളയരുത്. അതുകൊണ്ട് ഇടയ്ക്ക് അതും കയറി പറയും. ബ്രഹ്മാവിനാൽ പൂജിതനും ഭൂമിക്ക് അലങ്കാരമായി മാറുന്ന ആ ശക്തി എപ്പോഴാണ്? ആ കാലഘട്ടത്തിലാണ്. ആപത്ത് കാലത്ത് ധ്യാനിക്കത്തക്കതും. നമ്മൾ ആപത്ത് വരുമ്പോൾ നമ്മൾ ആരെയാണ് ചിന്തിക്കുക? അയ്യോ, ആ ശക്തി വന്ന് നമ്മളെ എപ്പം രക്ഷിക്കുമെന്നുള്ളത്. ആനന്ദജനകവുമായ ഭഗവാന്റെ തൃപ്പാദപത്മത്തെ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ ചേർത്ത് തരണേ. എപ്പോഴത് സ്ഥാനങ്ങളിൽ ചേർത്ത് തരാൻ വേണ്ടിയിട്ടാണ് പറയുന്ന തൃപ്പാദത്തെ. 14 രതിസുഖം വളർത്തുന്നതും ശോകത്തെ നശിപ്പിക്കുന്നതും ശീതരാഗം പൊഴിക്കുന്ന ശ്രീകൃഷ്ണന്റെ മുരളിയാൽ ചുംബിക്കപ്പെട്ടതുമായ ആ മുരളി എന്ത് ചെയ്തിട്ടുണ്ട്? ചുംബിച്ചിട്ടുണ്ട്. കാരണം പുല്ലാങ്കുഴൽ വിളിക്കണ്ടിക്കൽ ഇത് വേണമല്ലോ. അത് ശീതളമായ ഗാനം ഒഴുക്കുന്ന ആ പുല്ലാങ്ക് വിളക്കുന്നതുമായ ആ അധരാമൃതത്തെ, ഭഗവാന്റെ ആ അധരാമൃതത്തെ ഞങ്ങൾക്ക് നൽകിയാൽ. എങ്ങനെയാണ് നൽകേണ്ടത്? ഇനി 15 പകൽ ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് പോകുമ്പോൾ ഭഗവാനെ കാണാതെ ഇരിക്കുന്നവർക്ക് ആ സമയം, ആ ചെറിയൊരു നിമിഷം പോലും യുഗങ്ങളായിട്ട് തോന്നും. അതായത് അങ്ങേ കാണാതിരിക്കും, അങ്ങേര് വൃന്ദാവനത്തിലേക്കെല്ലാം പോകുമ്പോൾ ആ ഉള്ള ചെറിയ നിമിഷമാണെങ്കിൽ പോലും ഓരോ നിമിഷവും എന്തായിരിക്കും? വലിയ യുഗങ്ങളായിട്ടാണ് നമുക്ക് തോന്നുക. ഇതെല്ലാം മാനസിക അവസ്ഥകൾ പറയുന്നേക്കും. വൈകുന്നേരം ചുരുണ്ട മുടിയോടുകൂടി ഭഗവാന്റെ തിരുമുഖം കാണുന്നവരുടെ കണ്ണുകൾ, അപ്പം വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഭഗവാന്റെ തിരുമുഖം കാണുമ്പോൾ ആ കണ്ണുകൾ ഇമകളടക്കുമ്പോൾ, നോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കണ്ണിൻ്റെ ഇമയ അടഞ്ഞു പോകുമല്ലോ. ആ നിമിഷം എന്തായി പോകുന്നു? കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സൃഷ്ടികർത്താവ് ഹൃദയശൂന്യനാണ്. ഇങ്ങനെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് ഹൃദയശൂന്യനാണ്. അപ്പം നോക്കിക്കൊണ്ടിരിക്കണം. ഈ ഇടക്ക് കണ്ണ് അടഞ്ഞു പോകുന്നത് പോലും തടസ്സമായി വരികയാണ്. ഇപ്പം നമ്മളെന്തെങ്കിലും നോക്കുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും മുമ്പിലോട്ട് ആക്കിയാൽ എപ്പോഴാ അങ്ങോട്ട് മാറുമെന്ന് അറിയില്ല. നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരാൾ ഇങ്ങോട്ട് മാറുമെന്ന് അറിയില്ല. അതുപോലെ അടച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുന്നതിന് തടസ്സം. ഈ നിമിഷം, കണ്ണടക്കുന്ന നിമിഷം പോലും അവർക്ക് വലിയ അരോചകമായി തോന്നുകയാണ്. അതുകൊണ്ട് പറയുകയാണ് ആ സൃഷ്ടി നടത്തിയ കക്ഷി ഹൃദയശൂന്യൻ. അയാൾക്ക് വലിയ ഹൃദയ വികാരങ്ങളൊന്നും മനസ്സിലാകില്ല. വേദവ്യാസന യഥാർത്ഥത്തിലെ വേദങ്ങളും ഈ അഗ്നിയെ പറ്റിയുള്ള വിവരണം എല്ലാം വേദങ്ങളിലെല്ലാം ഉണ്ട്. ഇത്തരം കാര്യങ്ങളിലുള്ള ഗ്രന്ഥത്തിൽ ആണ് സംഗ്രഹിച്ചിട്ട് ഭാഗവതം എഴുതുമ്പോൾ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഇടക്ക് ശുദ്ധമായ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, കലയുടെ കവിതയുടെ കാലഘട്ടമാണ് കൃഷ്ണൻ്റെ കാലഘട്ടം. ഏറ്റവും വലിയ കലയുമായിട്ട് ബന്ധപ്പെട്ട കക്ഷിയാണ് കൃഷ്ണൻ്റെ കാലഘട്ടം. അപ്പോൾ എല്ലാം തികഞ്ഞ ഒരു കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടം പറയുമ്പോൾ വേദവ്യാസനും എന്താവുന്നു?
വലിയൊരു കവിയായിട്ട് മാറുകയാണ്. 16 സ്വഗുണത്തിൽ നിന്നും തെറ്റി നിൽക്കുന്ന, യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കി തന്ന ആ കൃഷ്ണൻ അല്ലെങ്കിൽ ആ ശ്രീഹരി സ്വഗുണത്തിൽ നിന്നും തെറ്റി നിൽക്കുകയാണ്. ആ ശക്തിക്ക് രൂപവുമില്ല, ഭാവവുമില്ല ഈശ്വരന്. ഒരു ഗുണവുമില്ലാത്ത ആ കക്ഷിയാണ് ഇങ്ങനെയെല്ലാം മായയാൽ ഒരു സുന്ദരമായ എല്ലാവരെയും മോഹിപ്പിക്കുന്ന ഒരു ലോകം ഉണ്ടാക്കി തന്നിരിക്കുന്നത്. സംഗീതത്തിൻ്റെ ഗതിവിധികൾ അറിയുന്ന, അപ്പം ശാസ്ത്രത്തിൻ്റെ സംഗീതത്തിൻ്റെ ഗതിവിഗതികൾ അറിയുന്ന എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലാണ് കല അതിൻ്റെ മാക്സിമം, സംഗീതം അതിൻ്റെ മാക്സിമത്തിൽ എത്തി നിൽക്കുന്നത്. ഏത് ഈ കൃഷ്ണൻ്റെ കാലഘട്ടത്തെ യദുകുലത്തിൽ അല്ലെങ്കിൽ ഭാവിയിൽ അങ്ങനെയുള്ളൊരു സുന്ദരമായ ലോകത്തിലാണ് നമ്മളെത്താൻ പോകുന്നത്. അതിൻ്റെ മാക്സിമം ഭഗവാന്റെ ഉച്ചസ്ഥായിയായ വേദുനാഥത്താൽ ഭർത്താവ്, കുട്ടികൾ, കുടുംബം, സഹോദരങ്ങൾ, ബന്ധുക്കൾ എന്നിവരെയെല്ലാം അവഗണിച്ച്, അപ്പം അങ്ങനെ വേണുനാഥം കേൾക്കുമ്പോൾ നമ്മൾ ഭർത്താക്കന്മാരെയും മക്കളെയും സഹോദരങ്ങളെയും എല്ലാം മറന്നുകൊണ്ട് എന്തു പറ്റുവാണ്? ഭഗവാന്റെ അടുത്ത് എത്തുകയാണ്. നമ്മൾ ഓടിപ്പിടിച്ച് ഭഗവാന്റെ അടുത്ത് എത്തുകയാണ്. ആ സുന്ദരമായ ലോകത്തിലേക്ക് എത്തുകയാണ്. അത്രയും സുന്ദരമായ ലോകമാണ് ആ കൃഷ്ണനാൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ ലോകത്തെയാണ് കൃഷ്ണനായി ചിത്രീകരിച്ച് ആ സുന്ദരമായ ലോകത്തിൽ ആകൃഷ്ടരായി. ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ നിലയിലും കണ്ടു, കുഴപ്പമൊന്നുമില്ല, എങ്ങനെ വേണ്ടി കണ്ടു. കാരണം എല്ലാം കൃഷ്ണൻ തന്നെയാണ്. അങ്ങനെ ഭഗവാനെ സമീപിച്ച ഞങ്ങൾ രാത്രിയിൽ ഭഗവാനെ അല്ലാതെ വേറെ ആരെയാണ്, മറ്റുള്ളവരെയെല്ലാം കൈവിടും, ഭഗവാനെ മാത്രമാണ് കൈവിടാതെ നമ്മൾ ഇരിക്കുന്നത്. നമ്മളെ മനസ്സിലെപ്പോഴും ഭഗവാനാണ് ഉള്ളത്. കാരണം ഇത്രയും ആ ശക്തിയായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നു. അപ്പോൾ ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾ യഥാർത്ഥത്തിൽ അവർക്ക് ഒരു സപ്പോർട്ട് എപ്പോഴും വേണം. അവർ ഭാവനയിൽ വിവാഹത്തിലൂടെയാണ് അതവർ ഉണ്ടാക്കിയെടുക്കാൻ. കാരണം പൂർണ്ണതയിലെത്തുന്നത് പുരുഷനും സ്ത്രീയും കൂടി ചേർന്നിട്ടാണ്. സ്ത്രീക്ക് പുരുഷനില്ലാതെ പകുതി ഭാഗം തന്നെയാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിലും അയാൾക്ക് പല ലോകങ്ങളുണ്ട്. പക്ഷേ സ്ത്രീകൾ എന്ന് പറയുന്നത് 100% ഭർത്താവിനായിട്ട് ഭൗതികമായിട്ടാണ്. കാമമെല്ലാം ഭൗതികത്തിൽ പെടും. പക്ഷെ അത് പൂർണ്ണമായിട്ട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ വേദം തന്നെ പറയുന്നത് ഒരിക്കലും പൂർണ്ണമായിട്ട് കിട്ടാൻ പറ്റുന്ന, വല്ലപ്പോഴും കിട്ടിയേ ചെയ്യുള്ളൂ. കാരണം അല്ലാതെ മരിക്കുന്നത് വരെ ആ ഒരു ഉദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തിൽ സിനിമയിലും മറ്റുള്ളതും കാമുകന്മാരും മരം ചുറ്റി പ്രേമിക്കുന്നതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ ജീവിതത്തിൽ ഇതെല്ലാം തന്നെയാണ് എന്നാണ്. എന്നാൽ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് കഷ്ടപ്പാടും ദുരിതമാണ്. ഭർത്താവിന് കുറേ പ്രശ്നങ്ങളും ഓഫീസിലെ പാരവെപ്പ് അത് ഇത് എല്ലാമായിട്ട് നടക്കുന്നതിൻ്റെ ഇടക്ക് ഒരു സിനിമയിൽ കാണുന്ന മാതിരി എന്തെങ്കിലും ആഗ്രഹിച്ച് ചെല്ലുകയാണെങ്കിൽ അവർക്കത് കിട്ടാൻ പോകുന്നില്ല. ഇന്ന് സിനിമയിലും സീരിയലിലും എല്ലാം കാണുന്ന മാതിരിയാണ് ജനം വിവാഹത്തിന് ചെല്ലുമ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ലോകമാണ് വേണ്ടത്. ഏതോ ലോകത്തിലാണ് സ്ത്രീകൾ ജീവിക്കുന്നത്. അതൊരു സത്യം തന്നെയാണ്. അപ്പോൾ അവർക്കത് കിട്ടില്ല. പക്ഷെ അതില്ലാതെ അവർക്ക് ജീവിക്കാനും പറ്റില്ല. അവരെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? അവർക്കൊരു എപ്പോഴും ഇത് വേണം. ഈ തരത്തിൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു അടുപ്പ്, ആ ഒരു. പക്ഷെ അങ്ങനെ വരുമ്പോഴാണ് അവർ പിന്നെ എവിടത്തേക്ക് മാറുന്നത്? കൃഷ്ണനിലേക്ക് പോകുന്നു. ഭർത്താവിൽ നിന്ന് 100% സമയമൊന്നും കിട്ടാൻ പോകുന്നില്ല. അതൊന്നും ഇമ്പോസിബിൾ ആണ്, നടക്കുന്ന കാര്യമാണ്. രാവിലെ പോയി വൈകുന്നേരം അല്ലെങ്കിൽ ഗൾഫിലായിരിക്കും ജോലി, വല്ലപ്പോഴും കയറിയിട്ട് വരും.
അങ്ങനെയുള്ള അവസരത്തിൽ അവർ എന്ത് പറ്റുകയാണ്, അവർക്കത് ഇമ്പോസിബിളാണ് സ്ത്രീകൾക്ക്. അപ്പോൾ സ്ത്രീകൾക്ക് പക്ഷേ ഇത് കൂടിയേ പറ്റൂ. എപ്പോഴും ആ സാമീപ്യം അതില്ലാത്തപ്പോൾ വിരഹ ദുഃഖങ്ങളാണ്. അങ്ങനെയുള്ളൊരു മാനസിക അവസ്ഥയിലാണ് സ്ത്രീകളെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. നേരത്തെ ജോലിക്ക് പോകുന്നത്, ഇന്നത്തെ കാലം ജോലിക്കെല്ലാം പോകുന്ന സ്ത്രീകളാണെങ്കിൽ വീട്ടിലെത്തിക്കഴിഞ്ഞ് ഇതിനൊന്നും നേരമൊന്നും ഉണ്ടല്ല, ആകെ അവിടെ പ്രശ്നങ്ങളും ഇതുമെല്ലായിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം അത്രയില്ല. ആ ഒരു അവസ്ഥയിലാണ് പുരുഷന്മാർ ഓഫീസിലെ ആ പ്രശ്നങ്ങളും തലക്കമത്ത് പിടിച്ച് കിടക്കുമ്പോൾ. അപ്പൊ ഇവർക്ക് പക്ഷേ വീട്ടിലുള്ള ജോലികളും എല്ലാം പൊതുവെ ഓഫീസിൽ പോകാത്തവരാണെങ്കിൽ ആകെ ചിന്ത ഇതിനു വേണ്ടിയിട്ടാണ്, ആ കുടുംബത്തിന് വേണ്ടിയാണ് അവളുടെ നിലനിൽപ്പ്. കുടുംബത്തിന്റെ അടിത്തറ ഒരു സ്ത്രീയും പുരുഷനും. ആ പുരുഷനും ഇല്ലെങ്കിൽ ആ കുടുംബം എന്ന് പറയുമ്പോൾ അതുമായിട്ടാണ് എപ്പോഴും അവരുടെ ചേർച്ച. പക്ഷെ അത് 100% കിട്ടൂല എന്ന് നമുക്കറിയാലോ. 1% പോലും കിട്ടാൻ പോകുന്നില്ല. ദിവസത്തിൽ തന്നെ 1% കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ അവര് ഭക്തിയിലൂടെ കൃഷ്ണനിലേക്ക്, ആശയത്തിലേക്ക് എത്തുന്നു, ആ ശക്തിയിലേക്ക്. ആ ഒരു ശക്തിയിലൂടെ അവർ അവിടെ പോകുന്നുണ്ടെങ്കിലും ബ്രഹ്മസാക്ഷാത്കാരമല്ല അവരുടെ ലക്ഷ്യം. ഭൗതിക ലോകത്തിലെ, ഭൗതിക സുഖത്തിലെ ആ ഒരു ഇതിലൂടെ, അതിലെ ലൈംഗികതയെല്ലാം വരും. ആ ഒരു വീക്ഷണക്കോണിൽ കൂടിയാണ് അവരെപ്പോഴും ആ ശക്തിയുമായിട്ട് ഏതെങ്കിലും ഒന്നിൽ അവർക്കില്ലാതെ പോവില്ല. അത് ഭർത്താവിന് ഏത് സമയം കിട്ടാതുകൊണ്ട് പിന്നെ ഏതിലെ പിന്നാലെ പോകും. അവർ ഓട്ടോമാറ്റിക്കായിട്ട് പാരലായിട്ട് ഭക്തിമാർ. അതുകൊണ്ടാണ് സ്ത്രീകൾക്കാണ് ഏറ്റവും അധികം ഭക്തി. പക്ഷെ അത് ശാസ്ത്രം പഠിച്ചിട്ടുള്ള ഭക്തിയൊന്നുമല്ല, ആത്മീയതയിലേക്കുള്ള ഭക്തിയല്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ടെറിഞ്ഞ്, ഇവർക്ക് എല്ലാം വിട്ടെറിയാനൊന്നും താല്പര്യം. ഇവർക്ക് കുടുംബത്തെ ആ ഒരു ലൈംഗികപരമായതിലൂടെ, ആ കുടുംബ ബന്ധത്തിലൂടെയുള്ള ഒരു ബന്ധമാണ് കൃഷ്ണനിലൂടെയും കൃഷ്ണനിലേക്ക് എത്തിച്ചേരുന്നത്, ആ ഭക്തിയിലേക്ക് പോകുന്നത്. ആ ഭക്തി എന്ന് പറയുന്നതാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അപ്പം അവരെപ്പോഴും അവർക്കൊരു താങ്ങ്, സപ്പോർട്ട്, സ്വാമി ആയിട്ട് അവർ ഈ ആത്മീയതയിലേക്ക് എത്തിച്ചേരും. നേരെ ഭർത്താവുമാരി നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഭർത്താവിലാക്കാം. പക്ഷെ അത് നടക്കുന്ന കാര്യം. ഇപ്പോൾ ഭർത്താവിന് എന്തെല്ലാം ജോലി തിരക്കുകളാണ്, എന്തെല്ലാം പാര വെക്കാൻ പോകണം, എന്തെല്ലാം പരിപാടിയുണ്ട്. അപ്പം ഇത് നടക്കില്ല. ഇത് ചില സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് എപ്പോഴും അത്താണി ഈശ്വരനാണ്. അങ്ങനെയാണ് അവർ ഇവിടെ ഈശ്വരനിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ അത് ആത്മീയതയല്ല. അവരുടെ ബന്ധം ഈശ്വരനുമായിട്ടാണ്. അത് ഭൗതികപരമാണ്, ലൈംഗികപരമാണ്. ആ ഒരു വീക്ഷണത്തിലൂടെ പോക്കാണത്. അല്ലാതെ വിരക്തി വന്നിട്ടുള്ള പോക്കല്ല. വിരക്തി വന്നു പോകുന്നത് പുരുഷന്മാരാണ്. അത് വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. അവർ ഭർത്താവുമായിട്ട് കലഹിക്കുന്നത് ഭർത്താവിനെ പൂർണ്ണമായും 100% അവർ വിചാരിക്കുന്ന നേരത്ത് കിട്ടാൻ വേണ്ടിയാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഭർത്താവോട് പിണങ്ങുന്നുണ്ടെങ്കിൽ 100% അവരുടെ ഭാവനയിൽ, ഈ നാടകത്തിലും സിനിമയിലും എല്ലാം കണ്ടമാതിരി തന്നെ അവരുടെ ഭർത്താവിനെ കിട്ടണം ഏത് സമയവും. ഇതാണ് അവരുടെ ചിന്താഗതി. അത് കിട്ടാതപ്പോൾ അവർക്ക് അതിനൊരു ആശയം വേണം. ഒരു ആശയം ഇല്ലാതെ അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ ഇങ്ങോട്ടേക്ക് പോകുന്നു, ഈശ്വരനിലേക്ക്. ഈ പറയുന്ന നല്ല അവതരിപ്പിച്ച് വെച്ചിട്ടില്ലേ, ഇവിടെ പറഞ്ഞ വർണ്ണങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പറ്റിയ കൃഷ്ണനാണ് അവിടെ ഇരിക്കുന്നത്. ആ നിലയിൽ അവർ കൃഷ്ണൻ്റെ അടുത്തേക്ക് പോകുന്നു. ഇതാണിവിടെ ആ മാനസിക അവസ്ഥയാണ് ഇവിടെ വിവരിക്കുന്നത്. ഇത് ആത്മീയമല്ല, പക്ഷേ എപ്പോഴും കൃഷ്ണനായിട്ടുള്ള ബന്ധം. പക്ഷെ ആ കൃഷ്ണനായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്നവർക്കാണ് കൃഷ്ണന്റെ സായുജ്യം ലഭിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ജീവിതമായിട്ടുള്ള ആ മാനസിക ഘടനയായിട്ടുള്ള വേദവ്യാസന്റെ വലിയൊരു സൈക്കോളജിസ്റ്റ്, എന്താ സൈക്കോളജിസ്റ്റ് എന്നല്ലേ പറയും, അതെ, സൈക്കോളജിസ്റ്റും കൂടിയാണ് കൃഷ്ണൻ, അല്ല വേദവ്യാസൻ എഴുതി പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. 17 ഏകാന്തതയിലെ നർമ്മവചനവും
അവർക്ക് ഏകാന്തതയിൽ ഇങ്ങനത്തെ വചനങ്ങളെല്ലാം കേൾക്കുന്നതാണ്. അതെല്ലാം എപ്പോഴും ഓർത്തുകൊണ്ട് നടക്കുക. ഇതാണ് അവരുടെ മാനസിക ഘടന. കാമം തുളുമ്പുന്ന പുഞ്ചിരിയോടുകൂടിയ മുഖവും പ്രേമ കടാക്ഷവും ഇവരിതെല്ലാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെയോ മഹാലക്ഷ്മിയുടെ ഇരിപ്പിടമായ ശ്രീഹരിയുടെ ആ വക്ഷസ്സും കണ്ട് ഏറെ ആശ തോന്നുകയാണ്. അത് കാണുമ്പോൾ ഭയങ്കര ആശ തോന്നുകയാണ്. വീണ്ടും വീണ്ടും മനസ്സിൽ മോഹം ഉദിക്കുന്നു. ഇനി 18 എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഭഗവാന്റെ ഈ അംശാവതാരം ഗോപജാതികൾക്ക് വേണ്ടിയാണ്. വനവാസികളുടെയും വനത്തിൽ വസിക്കുന്ന അതായത് താണ ആൾക്കാരുടെ സംരക്ഷണം, സമൂഹത്തിലെ താണവരുടെ സംരക്ഷണമാണ്. ഏറ്റവും നീചം നിൽക്കുന്നവർക്ക് പ്രൊട്ടക്റ്റായി നിൽക്കുക. കംസൻ ദുഷിച്ചവനായി മാറും. ഭരണാധികാരികൾ സ്വാർത്ഥമതികളായി കഷ്ടപ്പെടുന്ന ജനവിഭാഗത്തോടൊപ്പമാണ് കൃഷ്ണന്റെ അംശാവതാരം. അതിലെ പാപം പരിഹരിക്കുവാൻ എന്നതിനത്രേ അങ്ങയുടെ അവതാരം. അപ്പം കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ പാപം ഇല്ലാതാക്കി ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കുവാനാണ് കൃഷ്ണൻ അവതരിച്ചിരിക്കുന്നത്. അത് ലോക കല്യാണകാരിയാണ്. ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് കൃഷ്ണൻ അവതരിക്കുന്നത്. ആഗ്രഹം മനസ്സിൽ തോന്നിയ ഞങ്ങളും അക്കൂട്ടത്തിൽപ്പെട്ടെന്നല്ലോ നമുക്കും കുറേ ആഗ്രഹങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങൾക്കും സ്വജനങ്ങളുടെ ഹൃദയരോഗത്തിന് ശമനം വരുത്തുന്നവല്ല, സ്വജനങ്ങളുടെ അങ്ങയുടെ ജനത്തിൻ്റെ രോഗത്തിന്, ഹൃദയരോഗത്തിന്, അവർക്കും ഹൃദയരോഗം ഉണ്ടാവില്ല. ഹൃദയരോഗം എന്ന് പറഞ്ഞാൽ മാനസിക പ്രയാസങ്ങൾ, വിഷമതകൾ, അതിന് ശരണം വരുത്തുന്ന വല്ല വസ്തുവും ഉണ്ടെങ്കിൽ, വല്ല മരുന്നും ഉണ്ടെങ്കിൽ, മരുന്ന് പോലെയുള്ള വല്ലതും ഉണ്ടെങ്കിൽ അത് കൈയൊഴിച്ച് നമ്മൾക്കും ഏൽക്കിയാൽ. അപ്പം ഇവർക്കെന്താണ് വേണ്ടതെന്നുള്ളത് ചിന്തിച്ചാൽ അറിയും. അത് മേകിയാലും അത് കിട്ടണമെന്നേ പറയുന്നുള്ളൂ. 19 പ്രിയ ഭഗവാന്റെ ഏതൊരു പാദകമലത്തെയാണോ കടുപ്പമുള്ള സ്ഥലങ്ങളിൽ പതുക്കെ പേടിച്ചുകൊണ്ട് വെക്കേണ്ടത്. നമ്മൾ ആ പാദത്തെ മെല്ലനെയാണ് വെക്കുന്നത്. കാരണം ആ പാദത്തിന് എന്തെങ്കിലും പറ്റിപ്പോകുമെന്ന് പേടിച്ചിട്ട്. അതുകൊണ്ട് ഭഗവാൻ കാട്ടിൽ സഞ്ചരിക്കുന്നു. പക്ഷെ അതേസമയം അതേ പാദം കൊണ്ടാണ് ഭഗവാൻ കാട്ടിൽ സഞ്ചരിക്കുന്നത്. ചരൽ കല്ലിനാലും മറ്റും എങ്ങനെയാണ് വേദന ഏൽക്കാതിരിക്കുക? അങ്ങനെ നടക്കുമ്പോൾ ഈ ചരൽക്കല്ലുണ്ടാകുമ്പോൾ എന്തായാലും വേദന ഉണ്ടാകും. ഇതോർക്കുമ്പോൾ ഭഗവാൻ തന്നെ ആയിരിക്കുന്ന ഞങ്ങളുടെ ബുദ്ധിചക്രം കറങ്ങുന്നു, തിരിയുന്നു. ഭഗവാൻ തന്നെയായിരിക്കുന്ന ഞങ്ങളുടെ ബുദ്ധി, നമ്മുടെ ബുദ്ധിയും ഭഗവാൻ തന്നെയാണ്. ആ ബുദ്ധി എന്താകുകയാണ്? ചക്രം കറങ്ങുകയാണ്. അത് കാട്ടിലോട്ട് ഈ കാലും ഇങ്ങനെ ഇവിടെ വെക്കേണ്ടതാണ്, ഇവിടെ വെക്കേണ്ടതായിരുന്നു നമ്മളൊക്കെ ആഗ്രഹം. അതിങ്ങനെ മുള്ളും ഇതുള്ള സ്ഥലത്തുകൂടി ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കുകയാണ്. അതിനൊപ്പം വേദന ഏൽക്കില്ല എന്നുള്ള നമ്മളെ മനസ്സ് അത്രമാത്രം വട്ടം കറങ്ങുകയാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത അധ്യായത്തിലേക്ക്